സ്ഥാപനത്തെയും ഈ സ്ഥാപനത്തിന്റെ വക്താവ് ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമൽ ബുഖാരി അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ. സോ അതിനെക്കുറിച്ച് പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല. 20 വർഷം മുമ്പ് എൻ്റെ നാട്ടിലെ ഒരു വലിയൊരു മഹല്ലത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉസ്താദിനെ ജുമഅയ്ക്ക് വേണ്ടി പ്രഭാഷണത്തിന് വേണ്ടി കൊണ്ടുവന്നു. 20 കൊല്ലം മുമ്പാണ്. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. നല്ല സുന്ദരമായ പ്രഭാഷണം, പ്രവാചക പ്രേമികളെ പുളകം കൊള്ളിക്കുന്ന നിലയ്ക്കാണല്ലോ പരിശുദ്ധരാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഉസ്താദ് അവരുടെ പ്രഭാഷണമുള്ളത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയേറെ മണിക്കൂറുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇത്രയേറെ മണിക്കൂറുകൾ പ്രസംഗിച്ചതാകുന്ന മറ്റൊരു പ്രഭാഷണം. മുത്തുനബിയുടെ ജീവിതത്തെ ആസ്പദമാക്കി തന്നെ പ്രഭാഷണം നടത്തിയ മറ്റൊരു പ്രഭാഷകൻ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ടോ എന്ന് എൻ്റെ അറിവിലില്ല. അത്രയേറെ നല്ല രീതിയിൽ പ്രവാചക പ്രയോഗം നമ്മളെ ഹൃദയത്തിലേക്ക് എത്തിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ളതാകുന്ന പ്രവാചകരോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയ ഉസ്താദ് ഒരു റബീഉൽ അവ്വലിന്റെ സമയത്താണ് അവിടെ വന്ന് ചാർജ് എടുക്കുന്നത്. അൽഹംദുലില്ലാഹ് പ്രവാചകരെ കുറിച്ചുള്ളതാകുന്ന മദ്ഹ് അങ്ങനെ പറഞ്ഞ് ആളുകളൊക്കെ മുത്തുനബിയോടുള്ള മഹബത്ത് വന്നു. സുന്നത്ത് ജമാഅത്ത് സ്ഥിരപ്പെടാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു. അത് നല്ല തിരക്കുള്ള സമയമാണ്. എല്ലാ വെള്ളിയാഴ്ചയും വരികയാണ്. കമ്മിറ്റിക്കാർ വന്നിട്ട് പറഞ്ഞു, ശമ്പളം ഞങ്ങൾ കൊടുത്തിട്ട് വാങ്ങുന്നില്ല. ഉസ്താദിന്റെ നിഷ്കളങ്കമായ സേവനത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. 20 വർഷം മുമ്പാണ്. ഇന്നുള്ള ഒരു സെറ്റപ്പും ലെവലപ്പും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ശമ്പളം ഞങ്ങൾ കൊടുത്തിട്ട് വാങ്ങുന്നില്ല, എന്താണെന്നറിയില്ല, ഞങ്ങൾ കൊടുത്തത് കുറവായിട്ടാണോ എന്നറിയില്ല എന്ന് സങ്കടം പറഞ്ഞു. അവസാനം അതിനെക്കുറിച്ച് അന്വേഷിച്ചു. 2 മാസമായി തുടരെ ശമ്പളം വാങ്ങാതെ. ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞൊരു മറുപടിയുണ്ട്, നമുക്കൊക്കെ വലിയ പാഠമാണ്. എനിക്കും നമുക്കും ഇവിടെ ഒരുമിച്ച് കൂടിയതാകുന്ന മുഴുവൻ മുത്തഅല്ലിമീങ്ങൾക്കും പുതിയ തലമുറകൾക്കുമൊക്കെ ഒരു പാഠമുള്ളതാകുന്ന ഒരു വചനമാണ്. ഉസ്താദ് പറഞ്ഞത്, സുന്നത്ത് ജമാഅത്ത് സ്ഥിരപ്പെടുത്താനാണല്ലോ നിങ്ങൾ എന്നെ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ അതങ്ങ് നടത്തട്ടെ എന്ന് കരുതിയിട്ടാണ്. കാരണം നമ്മൾ ഇനി അതൊരു ശമ്പളം വാങ്ങുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ട, അതുകൊണ്ട് അത് നടക്കട്ടെ എന്ന നിലയ്ക്കാണ് ഞാൻ അൽഹംദുലില്ലാഹ് വന്നു പോകുന്നത്. 2 മാസം തുടർച്ചയായി വാഹനത്തിൽ വന്ന് പെട്രോൾ കാശ് പോലും വാങ്ങാതെ വന്ന് അവിടെ വന്ന് ഖിദ്മത്ത് എടുക്കാൻ. അവസാനം എന്തെങ്കിലും വണ്ടിക്കൂലിയെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞ് നിർബന്ധം ചെലുത്തിയിട്ടാണ് 2 മാസത്തിന് ശേഷം ചെറിയ നിലയ്ക്കുള്ളതാകുന്ന വേതനം വാങ്ങിയത്. ഞാൻ പറയുന്നത് ആ രീതിയിൽ സുന്നത്തെ ജമാഅത്ത് സ്ഥിരപ്പെടുത്തുക എന്ന നിലയ്ക്ക് ഓടി നടക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകാര്യമാക്കുമാറാവട്ടെ. ഇഖ്ലാസോട് കൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണ് വന്നിരാകുന്ന ഉസ്താദ് അവർക്ക് ഉയർച്ച ലഭിച്ചത് എന്ന് മനസ്സിലാക്കണം.